ഇന്നർ പ്രോഡക്റ്റിലെ ലാസ്റ്റ് സെക്ഷനായ 8.2 കുറച്ച് ഭാഗം കൂടി നോക്കാം. ബെസ്റ്റ് അപ്രോക്സിമേഷൻ, അതായത് വി എന്നുള്ളത് ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്, ഡബ്ല്യു എന്നുള്ളത് അതിൻ്റെ സബ് സ്പേസ് ആണ്. ലെറ്റ് ബീറ്റ ബിലോങ്സ് ടു വി, then the best approximation to beta by vectors in W is a vector alpha in W such that norm of beta minus alpha less than or equal to norm of beta minus gamma for all gamma belongs to W. അതായത് വി ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസും ഡബ്ല്യു എന്നുള്ളത് അതിൻ്റെ സബ് സ്പേസുമാണെങ്കിൽ ബീറ്റകളെല്ലാം വിയിലെ എലമെൻറ്റ്സ് ആണ്. ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ആവണമെങ്കിൽ, ഓക്കെ, ഡബ്ല്യൂവിലെ ഒരു ആൽഫയാണ് ബീറ്റയ്ക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആവണമെങ്കിൽ നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ ആയിരിക്കണം ഫോർ ഓൾ ഗാമ ബിലോങ്സ് ടു ഡബ്ല്യു. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ആൽഫ എന്ന് ബീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം, ആൽഫയും മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ബീറ്റ മൈനസ് ആൽഫ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അത് ബീറ്റ മൈനസ് ഗാമയേക്കാളും എന്തായിരിക്കും? എപ്പോഴും ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബീറ്റയ്ക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഇതാണ്, ആൽഫയാണ്. ബീറ്റ ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ ദ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു എന്ന് പറയുന്നത് ആൽഫയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓർത്തോഗണൽ ടു എനി വെക്ടർ ഇൻ ഡബ്ല്യു. ഡബ്ല്യുവിലെ ഏത് വെക്ടർ എടുത്താലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏത് വരിക? ബീറ്റ മൈനസ് ആൽഫ എന്നുള്ള വെക്ടർ വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു തിയറം നോക്കാം. ലെറ്റ് ഡബ്ല്യു ബി എ സബ്സ്പേസ് ഓഫ് എൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് വി ആൻഡ് ലെറ്റ് ബീറ്റ ബി എ വെക്ടർ ഇൻ വി. The vector alpha in W is the best approximation to beta by vectors in W if and only if, best approximation ആവണമെങ്കിൽ if and only if beta minus alpha is orthogonal to every vector in W. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഡബ്ല്യൂവിലെ ഓരോ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ, കണ്ടോ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിലത്തെ ഓരോ വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിനെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത് പ്രൂവ് ചെയ്യാനുള്ളത്, ഇഫ് a best approximation to beta by vectors in W exists, then it is unique. അത് യൂണീക്ക് ആയിരിക്കും. If W is a finite dimensional subspace and alpha 1, alpha 2, etc. alpha n is any orthonormal basis of W, then the vector alpha equal to sigma beta alpha k, inner product beta alpha k divided by norm alpha k square into alpha k is the best approximation to beta by vectors in W. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെടുക്കാം? ബീറ്റ എന്നുള്ളത് വിയിലത്തെ എലമെൻ്റ് ആണ്, ഗാമ എന്നുള്ളതും ഡബ്ല്യൂവിലത്തെ എലമെൻ്റ് ആയിട്ട് തന്നെയാണ് എടുക്കണം കേട്ടോ. ഗാമ വിയിലത്തെ എലമെൻ്റ് അല്ല, ഡബ്ല്യൂവിൽ എലമെൻ്റ് ആയിട്ട് എടുക്കണം, ആൽഫയും ഡബ്ല്യൂവിലത്തെ എലമെൻ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ബീറ്റ മൈനസ് ഗാമേനെ നമുക്ക് ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ഗാമ മൈനസ് ആൽഫ എന്ന് എഴുതാം. കാരണം ആൽഫ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബീറ്റ മൈനസ് ആൽഫേനെ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാൻ പറ്റും, ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ഗാമ. അപ്പോൾ നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ എന്താ വരിക? നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ ആണ്. അതിന് ഇന്നർ പ്രോഡക്റ്റിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ഗാമ, ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ഗാമ എന്ന് എഴുതാം. എന്നിട്ട് അത് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക, ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ, ബീറ്റ മൈനസ് ആൽഫ, ആൽഫ മൈനസ് ഗാമ, ആൽഫ മൈനസ് ഗാമ, ബീറ്റ മൈനസ് ആൽഫ, 4 എണ്ണം വരും. ആൽഫ മൈനസ് ഗാമ, ആൽഫ മൈനസ് ഗാമ. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്താ? നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ആണ്. രണ്ടാമത്തെ ടേം എന്താ? ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് ഗാമ. മൂന്നാമത്തെ ടേമിനെ നമുക്കൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ അതിനെയും നമുക്ക് എന്ത് എഴുതാം? ബീറ്റ മൈനസ് ആൽഫ, ആൽഫ മൈനസ് ഗാമയുടെ ബാറായിട്ട് എഴുതാം. ലാസ്റ്റ് ടേം എന്താ? ആൽഫ മൈനസ് ഗാമേൻ്റെ നോം സ്ക്വയർ ആണ്. ഓക്കെ, അതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേംസിനെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ, ആൽഫ മൈനസ് ഗാമ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഏത് ബെസ്റ്റ് അപ്രോക്സിമേഷൻ എടുത്താലും ബീറ്റ മൈനസ് ആൽഫ എന്നുള്ളത് എപ്പോഴും ഇതിന് ഓർത്തോഗണൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യണത് എന്താ വെച്ചാൽ ബീറ്റ മൈനസ് ആൽഫ ഈസ് ഓർത്തോഗണൽ ടു എവ്രി വെക്ടർ ഇൻ ഡബ്ല്യു. ഡബ്ല്യൂവിൽ ഏത് വെക്ടർ എടുത്താലും അതിനോട് ഓർത്തോഗണലാണ് ബീറ്റ മൈനസ് ആൽഫ എന്നാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആൽഫയാണ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുകയാണ്? ഗാമ എന്നുള്ളത് ഡബ്ല്യൂവിലൊരു എലമെൻ്റായിട്ട് എടുക്കണം. ആൽഫയും ഗാമയും ഡബ്ല്യൂവിലെ എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഡബ്ല്യു സബ് സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ മൈനസ് ഗാമ എന്നുള്ളത് ഡബ്ല്യൂവിലെ എലമെൻ്റാണെന്ന് പറയാൻ പറ്റും. ഇനി ബീറ്റ മൈനസ് ആൽഫ എന്നുള്ളത് ഓർത്തോഗണൽ ടു എവറി വെക്ടർ ഇൻ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡബ്ല്യൂവിലത്തെ വേറൊരു എലമെൻ്റാണ് ആൽഫ മൈനസ് ഗാമ.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ആൽഫ മൈനസ് ഗാമയോട് ഓർത്തോഗണലാന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇക്വേഷൻ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1 രണ്ടാമത്തെ ടേം എന്താണ്, ബീറ്റ മൈനസ് ആൽഫ ആൽഫ മൈനസ് ഗാമയുടെ ഇന്നർ പ്രോഡക്റ്റ് ആണ് ഈ ടേം. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഇത് ഓർത്തോഗണൽ ആണെങ്കിൽ ഈ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 1 എങ്ങനെ എഴുതാം, നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് നോം ഓഫ് ആൽഫ മൈനസ് ഗാമ സ്ക്വയർ എന്ന് എഴുതാം. രണ്ടാമത്തെ ടേം 0ലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതിയതാണത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഫയും ഗാമയും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് അത് രണ്ടും ഒരിക്കലും ഈക്വൽ അല്ല. അതുകൊണ്ട് ആൽഫ മൈനസ് ഗാമ എന്നുള്ളത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നോമും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസിൻ്റെ സമ്മാണ് നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ബീറ്റ മൈനസ് ഗാമ അതിൻ്റെ നോമിൻ്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോം സ്ക്വയർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ അർത്ഥം എന്താ, ആൽഫ ഈസ് ദി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു എന്ന് എഴുതാം. ഇനി തിരിച്ച് വിചാരിക്കുക എങ്ങനെ, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ആൽഫ ഈസ് ദി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു. അതിൻ്റെ അർത്ഥം എന്താ, നോം ഓഫ്, ബൈ ഡെഫിനിഷൻ വി ക്യാൻ റൈറ്റ് നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ ഫോർ എവറി ഗാമ ബിലോങ്സ് ടു ഡബ്ല്യു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ മൈനസ് നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇക്വേഷൻ 1 നമ്മൾ എന്താ പറഞ്ഞേക്കണം, ഇക്വേഷൻ 1 ഈ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ഗാമ മൈനസ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ഗാമ പ്ലസ് നോം ഓഫ് ആൽഫ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ഇക്വേഷൻ 1 ഓൾറെഡി ഇത് ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ, ആൽഫ എന്നുള്ളതും ഡബ്ല്യൂയിലെ എലമെൻ്റ് ആണ്, ഗാമ എന്നുള്ളതും ഡബ്ല്യൂയിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആൽഫ മൈനസ് ഗാമ എന്നുള്ളതിനെ നമുക്ക് ഡബ്ല്യൂയിലെ ഒരു എലമെൻ്റ് ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ ആൽഫ മൈനസ് ഗാമേനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുകയാണ്, ഡബ്ല്യൂയിലെ തന്നെ വേറെ എലമെൻ്റായി ഡെൽറ്റ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ 2 നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് ഗാമേനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിച്ചു പ്ലസ് നോം ഡെൽറ്റ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ഡെൽറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ഇനി ഡെൽറ്റയ്ക്ക് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്, ഡെൽറ്റ ഈക്വൽ ടു മൈനസ് ബീറ്റ മൈനസ് ആൽഫ ആൽഫ മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ നോം ആൽഫ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ഇൻറ്റു ആൽഫ മൈനസ് ഗാമ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 എങ്ങനെ മാറ്റി എഴുതാം, ഇക്വേഷൻ 3 ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ ഡെൽറ്റ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ ഡെൽറ്റ ബാർ. അതായത് ഇതിനെന്താ എഴുതാം, റിയൽ പാർട്ട് ഓഫ്, ഇതിനെ തിരിച്ചെഴുതണം കേട്ടോ. ഈ റിയൽ പാർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ടേംസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പ്ലസ് നോം ഡെൽറ്റ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇന്നർ പ്രോഡക്റ്റ് ഡെൽറ്റ ഡെൽറ്റ എന്ന് എഴുതാൻ പറ്റും. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിൽ ഈ ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡെൽറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതാണ് അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലായിടത്തും ഡെൽറ്റ വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതാണ് അടുത്ത വാല്യൂ. വായിക്കുന്നില്ല. ഇനി ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇന്നർ പ്രോഡക്റ്റിൽ നിന്ന് ഈ വാല്യൂസ് എല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കണം. എപ്പോഴും ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു സ്കെയിലാർ വാല്യൂ ആണ്. ഇതിപ്പോൾ ഒരു സ്കെയിലാർ വാല്യൂ ആയിട്ടാണ് വരുന്നത്. ഇത് രണ്ടാമത്തെ ടേമിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ബാർ എഴുതണമല്ലോ, അതാണ് അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് അങ്ങനെ എഴുതുമ്പോൾ അതിൽ നിന്നെല്ലാം സ്കെയിലാർ വാല്യൂസിനെ നമ്മൾ ഔട്ട്സൈഡ് എടുത്ത് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്നാണ് പുറത്തെടുക്കണമെന്ന് വെച്ചാൽ അതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. സെക്കൻഡ് ടേമിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ബാർ വെച്ചിട്ട് എഴുതിയേക്കാം. ഓക്കെ, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അതിലേക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. കുറേ ടേംസ് സെക്കൻഡും തേർഡും ടേംസൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്നത് എന്താ, മൈനസ് ഓഫ് മോഡ് ബീറ്റ മൈനസ് ആൽഫ ആൽഫ മൈനസ് ഗാമയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അതായത് അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ എന്താവും, ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഒരു സംഭവം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോർ ഓൾ ഗാമ ബിലോങ്സ് ടു ഡബ്ല്യു ആൻഡ് ഗാമയും ഒരിക്കലും ആൽഫയും എന്തെല്ലാം ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ ന്യൂമറേറ്റർ തന്നെ ഈക്വൽ ടു 0 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും,
ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ മൈനസ് ആൽഫ, ആൽഫ മൈനസ് ഗാമ 0 എന്ന് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? അത് രണ്ടും പരസ്പരം ഓർത്തോഗണലാണ് എന്നർത്ഥം. അതായത് ആൽഫ മൈനസ് ഗാമ എന്നുള്ളത് എനി വെക്ടർ ഇൻ ഡബ്ല്യു ആണ്. അപ്പോൾ ഏത് വെക്ടർ എടുത്താലും അതിനോട് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മുടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇങ്ങനെ ഒരു അപ്രോക്സിമേഷൻ ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് വേറൊരു അപ്രോക്സിമേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൽഫ 1. ലെറ്റ് ആൽഫ 1 ബി അനദർ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതാൻ പറ്റും. കാരണം ആൽഫ 1 ആണ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ആൽഫ എന്നുള്ളത് വീണ്ടും എന്തിലത്തെ എലമെൻറ്റ് തന്നെയാണ്? ഡബ്ല്യൂവിലത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. കാരണം ഏത് വെക്ടർ എടുത്താലും അത് ട്രൂ ആവണം. അപ്പോൾ അങ്ങനെ എഴുതി. ഇനി ആൽഫയാണ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ ഫോർ എവരി ഗാമ ബിലോങ്സ് ടു ഡബ്ല്യൂ എന്ന് എഴുതാൻ പറ്റും. ആൽഫ 1 എവിടുത്തെ എലമെൻറ്റ് തന്നെയാണ്? ഡബ്ല്യൂവിലത്തെ എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ 1 എന്ന് എഴുതാം. അപ്പോൾ അത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നതും നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ 1 എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മളൊരു പുതിയ വെക്ടർ എടുക്കുകയാണ്, ഗാമ എന്നുള്ളത്. ഗാമ എന്നുള്ളത് ആൽഫ 1 തന്നെ ഈക്വൽ ആണെന്ന് വിചാരിക്കും. ആൽഫ 1 എവിടുത്തെ എലമെൻറ്റാണ്? ഡബ്ല്യൂവിലത്തെ എലമെൻറ്റ്. അപ്പോൾ അതെന്തായാലും വിയിലത്തെ എലമെൻറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, കഴിഞ്ഞ പ്രൂഫിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ദറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ബീറ്റ മൈനസ് ആൽഫ, ആൽഫ മൈനസ് ആൽഫ 1 പ്ലസ് നോം ഓഫ് ആൽഫ മൈനസ് ആൽഫ 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബീറ്റ മൈനസ് ആൽഫ, ആൽഫ മൈനസ് ആൽഫ 1ൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണ്. കാരണം എന്താ വെച്ചാൽ ആൽഫ എന്നുള്ളത് ബെസ്റ്റ് അപ്രോക്സിമേഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ബീറ്റ മൈനസ് ആൽഫ എന്നുള്ളത് അതിലത്തെ ഏത് എലമെൻറ്റിനോടും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും എന്നാണ് കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തത്. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ എന്നുള്ളത് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ ബീറ്റ മൈനസ് ആൽഫ എന്നുള്ളത് ഡബ്ല്യൂവിലത്തെ ഏത് എലമെൻറ്റിനോടും ഓർത്തോഗണൽ ആയിരിക്കും. ആൽഫയും ഡബ്ല്യൂവിലത്തെ എലമെൻറ്റാണ്, ആൽഫ 1 ഡബ്ല്യൂവിലത്തെ എലമെൻറ്റാണ്. അപ്പോൾ ആൽഫ മൈനസ് ആൽഫ 1 എന്ന് പറയുന്നതും ഡബ്ല്യൂവിലത്തെ എലമെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ടേം 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ ഇന്നർ പ്രോഡക്റ്റ് 0 ആയി. ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പോസിബിലിറ്റി എന്താ? ഇത് ഈക്വൽ ടു 0. ഇത് 0 ആവാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ നോം ഓഫ് ആൽഫ മൈനസ് ആൽഫ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താ? നോം 0 എന്ന് പറഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ 1 ആണ്. ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ ദ വെക്ടർ ഇൻ ഡബ്ല്യു ഈസ് യുണീക്ക് എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n എന്നുള്ളത് ഒരു ഓർത്തോഗണലായിട്ടുള്ള ബേസിസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു എന്നുള്ളത് സ്പാൻ ഓഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ബീറ്റ മൈനസ് ആൽഫയും എനി ആൽഫ ജെ ആയിട്ടൊരു ഇന്നർ പ്രോഡക്റ്റ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആൽഫ ജെക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫയ്ക്ക് പകരം നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ആൽഫ ജെ. എന്നിട്ട് ഇന്നർ പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? ബീറ്റ ആൽഫ ജെ മൈനസ് സിഗ്മ ആ ടേം ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ആൽഫ കെ ആൽഫ ജെ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇന്നർ പ്രോഡക്റ്റ് ആൽഫ കെ ആൽഫ ജെ എന്നുള്ളത് എപ്പോഴും 0 ആയിരിക്കും. കാരണം എന്താ? ഇതൊരു ഓർത്തോഗണൽ ബേസിസ് ആണെന്ന് പറഞ്ഞിട്ട് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ എന്നുള്ളത് ഓർത്തോഗണൽ ബേസിസ് ആണ്. ഓർത്തോഗണൽ ബേസിസ് എന്ന് പറഞ്ഞാൽ അതിൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് 0 ആയി. ഈ ടേം എന്തായി പോയി? 0 ആയിട്ട് പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എന്താ? നോമല്ല ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ ആൽഫ ജെ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടേം നമുക്കത് 0 ആയിട്ട് കിട്ടി. പിന്നെ ഇവിടെ എന്താ വരുന്നത്? ആകെ കൂടി എക്സിസ്റ്റ് ചെയ്യണത് ഏത് ടേം ആയിരിക്കും? ഇതിൽ കെ ഈക്വൽ ടു ജെയിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടേം മാത്രമാണ് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുക. ഏത് ടേമാണ്? ആൽഫ ജെ എന്നുള്ളത് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുക. ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഈ ആൽഫ ജെ എന്നുള്ളത് നോം ആൽഫ ജെ ഇതുവരെയായിട്ട് കട്ട് ചെയ്ത് പോകും. നോം ആൽഫ ജെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ബാക്കി ഇവിടെ ഉണ്ടാവുക എന്താണ്? ബീറ്റ ആൽഫ ജെ എന്നുള്ള ടേം മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് ബീറ്റ ആൽഫ ജെ മൈനസ് ബീറ്റ ആൽഫ ജെ എന്നുള്ളൊരു ടേം അവിടെ എക്സിസ്റ്റ്. എല്ലാ ടേമും 0 ആയിട്ട് പോകുന്നില്ല കേട്ടോ. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ 0 ആയിട്ട് പോകുള്ളൂ. അപ്പോൾ ഇവിടെ ആൽഫ ജെ എന്നുള്ള ടേം മാത്രം, ഇവിടെ ആൽഫ ജെ എന്നുള്ള ടേം മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യും.
അതായത് ആൽഫാ ജി എന്ന് പറയുമ്പോൾ നോം ആൽഫാ ജി സ്ക്വയർ. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോകും. പിന്നെ എക്സിസ്റ്റ് ചെയ്യാൻ ബീറ്റ ആൽഫാ ജി എന്നുള്ള ടേമാണ്. ഓക്കെ, അപ്പോൾ ഇത് 0 ആയി. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഏത് ആൽഫാ ജെ ആയിട്ട് ഇത് ഇന്നർ പ്രോഡക്റ്റ് എടുത്താലും, ബീറ്റ മൈനസ് ആൽഫ എടുത്താലും അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഇത് രണ്ടും പരസ്പരം എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് പരസ്പരം ഓർത്തോഗണൽ ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 3 പ്രകാരം ആൽഫയ്ക്ക് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും അതെന്തായിരിക്കും? ബെസ്റ്റ് അപ്രോക്സിമേഷൻ. അത് കാരണം ഓർത്തോഗണൽ ഏത് വെക്ടർ എടുത്താലും ഓർത്തോഗണൽ ആയതുകൊണ്ട് ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെന്നാണ് നമുക്ക് നമ്മൾ തിയറം 1 പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്തത് ഒരു ഡെഫിനീഷനാണ്. എന്താണ് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ? വി എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. ദെൻ ദ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എസ് ഡിനോട്ടഡ് ബൈ എസ് പെർപ്പ്. എസ് പെർപ്പ് എന്നാണ് അതിനെ വായിക്കുക. എസ് പെർപ്പ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഇൻ വി വിച്ച് ആർ ഓർത്തോഗണൽ ടു എവ്രി വെക്ടർ ഇൻ എസ്. എസ്സിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനോട് ഓർത്തോഗണലായിട്ടുള്ള വിയിലെ എലമെൻസിൻ്റെ കളക്ഷൻ, അതിനെയാണ് എസ് പെർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് പെർപ്പിലെ എലമെൻസ് ഒക്കെ എങ്ങനെയുള്ള എലമെൻസ് ആയിരിക്കും? വിയിലെ എലമെൻസ് ആയിരിക്കും. ആ എലമെൻസ് എല്ലാം എസ്സുമായിട്ട് ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആൻസർ 0 ആയിരിക്കും. അതായത് ഓർത്തോഗണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ് പെർപ്പ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആൽഫ ബിലോങ്സ് ടു വി. വിയിലെ എലമെൻസ് ആയിരിക്കും സച്ച് ദാറ്റ് ഇന്നർ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ 0 വേർ ബീറ്റ ബിലോങ്സ് ടു എസ്. അതായത് ഏത് ബീറ്റ എടുത്താലും, എസ്സിലെ ഏത് ബീറ്റ എടുത്താലും അതുമായിട്ട് ഓർത്തോഗണലായിട്ടുള്ള വിയിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൽഫകൾ, ആൽഫയും ബീറ്റയുമായിട്ട് ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആകുമ്പോഴാണ് അത് നമ്മൾ ഓർത്തോഗണൽ ആവുക. അങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ് പെർപ്പ് എന്ന് പറയുന്നത്. എസ് പെർപ്പ് എന്ന് പറയുന്നത് വിയുടെ ഒരു സബ് സ്പേസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. ആൽഫയും ബീറ്റയും എസ് പെർപ്പിലെ എലമെൻസ് ആണെന്ന് വിചാരിക്കുക. എൻ്റെ അർത്ഥം എന്താ? ആൽഫയും ബീറ്റയും എസ് പെർപ്പിലെ എലമെൻസ് ആണെങ്കിൽ ഫോർ എനി ഗാമ ബിലോങ്സ് ടു എസ് എടുത്താൽ, എസ്സിലെ ഏത് ഒരു എലമെൻ്റ് എടുത്താൽ ആൽഫ ഗാമയുടെ ഇന്നർ പ്രോഡക്റ്റും 0 ആയിരിക്കും, ബീറ്റ ഗാമയുടെ ഇന്നർ പ്രോഡക്റ്റും 0 ആയിരിക്കും. കാരണം എസ്സിലത്തെ എലമെൻസുമായിട്ട് എസ് പെർപ്പിലെ എലമെൻസും എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത് തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും, ഓർത്തോഗണൽ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് സി ആൽഫ പ്ലസ് ബീറ്റ ഗാമയുടെ ഇന്നർ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? സി ഇൻറ്റു ആൽഫ ഗാമ പ്ലസ് ബീറ്റ ഗാമ എന്ന് എഴുതാൻ പറ്റും. ദറ്റ് ഈസ് സി ഇൻറ്റു ആൽഫ ഗാമയുടെ ആൻസർ 0 ആണ്, ബീറ്റ ഗാമയുടെ ആൻസറും 0 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് ഗാമോട് ഓർത്തോഗണലാണെന്നല്ലേ? അതിൻ്റെ അർത്ഥം സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എസ് പെർപ്പിലെ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്താ കിട്ടിയത്? ഏത് ആൽഫ ബീറ്റ ബിലോങ്സ് ടു എസ്സിലെ എലമെൻ്റ് എടുത്താലും സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളതും ഏതൊക്കെ എലമെൻ്റായി? എസ് പെർപ്പിലെ എലമെൻ്റായിട്ട് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ അർത്ഥം എസ് പെർപ്പ് എന്നുള്ളത് ഒരു സബ് സ്പേസ് ഓഫ് വി ആണ്. ഇനി എന്താണ് സീറോ പെർപ്പ്? സീറോ പെർപ്പ് എന്താ? സീറോ പെർപ്പ് എന്ന് പറഞ്ഞാൽ 0 എന്നുള്ളത് എസ്സിലെ എലമെൻ്റ് ആണെങ്കിൽ, 0 എന്നുള്ളത് എസ്സിലെ എലമെൻ്റ് ആണെങ്കിൽ 0 ആയിട്ട് ഓർത്തോഗണലായിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷൻ. 0 ആയിട്ട് ഓർത്തോഗണലായിട്ടുള്ള എല്ലാ എലമെൻസും വിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് 0 ആയിട്ട് എന്തായിരിക്കും? ഓർത്തോഗണലായിരിക്കും. അതുകൊണ്ട് സീറോ പെർപ്പ് എന്ന് പറഞ്ഞാൽ വിയിലെ എല്ലാ എലമെൻസും വരും. ഓക്കെ, വിയിലെ ഏത് എലമെൻ്റ് എടുത്തിട്ട് 0 ആയിട്ട് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എപ്പോഴും എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. 0 ഏത് എലമെൻറ്റിൻ്റെ കൂടെ എടുത്താലും അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് വിയിലെ ഏത് എലമെൻറ്റും എല്ലാ എലമെൻറ്റും എവിടുത്തെ എലമെൻ്റായിട്ട് വരും? സീറോ പെർപ്പിലെ എലമെൻ്റായിട്ട് വരും. എപ്പോഴും ശ്രദ്ധിക്കണം, സീറോ പെർപ്പ് എന്ന് പറയുന്നത് വി ആണ്. ഇനി വി പെർപ്പ് ഈക്വൽ ടു 0. വിയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനോട് തന്നെ ഓർത്തോഗണലായിട്ടുള്ള എലമെൻറ്റ്സ് ഏതായിരിക്കും? അതിനോട് ഓർത്തോഗണൽ എന്ത് പറഞ്ഞാൽ വിയിലെ ഏത് 2 എലമെൻറ്റ്സ് എടുത്താലാണ് അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആവുകയാണ്. വിയിലെ ഏതെങ്കിലും 2 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് 0 ആവണമെന്നില്ല. വിയിലെ ഒരു എലമെൻറ്റും 0 എന്നുള്ള എലമെൻറ്റും കൂടി എടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആവുക. അപ്പോൾ വി പെർപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മാത്രമാണ് വരിക? 0 മാത്രമാണ് വരിക. 0 മാത്രമാണ് വിയിലെ ഒരു എലമെൻറ്റിനോട് ഓർത്തോഗണലായിട്ട് ഇരിക്കുക. ഓക്കെ, അതുകൊണ്ട് വി പെർപ്പ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, സീറോ പെർപ്പ് എന്ന് പറഞ്ഞാൽ വി ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് വേറൊരു ഡെഫിനേഷൻ നോക്കാം. For each vector beta in V, there exists a vector alpha in W called the best approximation to beta by vectors in W. നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ ആൽഫ എന്നുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ്. ദെൻ ദർ ഈസ് എ മാപ്പിംഗ് ഇ ഫ്രം വി ടു ഡബ്ല്യു ആസ് ഇ ഓഫ് ബീറ്റ ഈക്വൽ ടു വി. അപ്പോൾ ബീറ്റ എന്നുള്ളത് വിയിലെ എലമെൻ്റ് ആണ്, ആൽഫ എന്നുള്ളത് ഡബ്ല്യൂയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക്, ഇന്നർ പ്രോഡക്റ്റ് സ്പേസിൽ നിന്ന് അതിൻ്റെ സബ് സ്പേസിലേക്കുള്ളൊരു മാപ്പിംഗ് ആണ് ഇ ഓഫ് ബീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത്. വേർ ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആയതുകൊണ്ട് നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ ഫോർ ഓൾ ഗാമ ബിലോങ്സ് ടു വി ആയിരിക്കും. ഈ മാപ്പിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു. ഓക്കെ,
ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു എന്നാണ് പറയുക. അതായത് ബീറ്റ എന്നുള്ളത് വിയിലെ എലമെൻ്റ് ആണ്, ആൽഫ എന്നുള്ളത് ഡബ്ല്യൂയിലെ എലമെൻ്റ് ആണ്. ആൽഫ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് ബീറ്റയുടെ. അപ്പോൾ നോം ഓഫ് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മാപ്പിംഗ് ഉണ്ടായിരിക്കും ഈ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക്. ആ മാപ്പിങ്ങിനെ പറയുന്ന പേരാണ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കൊറോളറി നോക്കാം. വി എന്നുള്ളത് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ് സ്പേസ് ഓഫ് വി ആണ്. ഇ എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ് ഫ്രം വി ഓൺ ടു ഡബ്ല്യു. ദെൻ ദ മാപ്പിംഗ് ബീറ്റ ഫ്രം ബീറ്റ മൈനസ് ഇ ബീറ്റ ഈസ് ദി ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു പെർ. ബീറ്റയിൽ നിന്നും ബീറ്റ മൈനസ് ഇ ബീറ്റയിലേക്കുള്ള മാപ്പിംഗ് ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ആയിരിക്കും ഓൺ ടു ഡബ്ല്യു പെർ. അപ്പോൾ വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കാണ് എന്തുള്ളത്, ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഇ ഉള്ളത്. വിയിൽ നിന്ന് ഡബ്ല്യു പെർപ്പിലേക്കുള്ള ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്തായിരിക്കും, ബീറ്റ മൈനസ് ഇ ബി ടി ആയിരിക്കും. ഓക്കെ, ഇത് വെറും ഇ ബി ടി ആണ് ആദ്യത്തെ പ്രൊജക്ഷൻ പറഞ്ഞത്, വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ളത്. വിയിൽ നിന്ന് ഡബ്ല്യു പെർപ്പിലേക്കുള്ളത് എന്തായിരിക്കും, ബീറ്റ മൈനസ് ഇ ബി ടി ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് ഇപ്പോൾ നോക്കാനുള്ളത്. അപ്പോൾ ബീറ്റ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബീറ്റ മൈനസ് ഇ ബീറ്റ എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ആൽഫേനെയാണ് നമ്മൾ ഇ ബീറ്റ എന്ന് വിളിച്ചത്. ബീറ്റ ടു ആൽഫ മാപ്പ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഇ ബീറ്റ എന്ന് വിളിച്ചത്. അപ്പോൾ ബീറ്റ മൈനസ് ഇ ബീറ്റയാണ് എന്ത് വിളിക്കുന്നത്, ഡബ്ല്യു പെർപ്പിലുള്ള ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് എങ്ങനെ തുടങ്ങാം, ബീറ്റ എന്നുള്ളത് വിയിലെ എലമെൻ്റ് ആണ് തന്നിട്ടുണ്ട്. ഇ ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. ഓക്കെ, ഈ ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഇ ഓഫ് ബീറ്റ ഈക്വൽ ടു ആൽഫയാണ്. അപ്പോൾ അത് എവിടുത്തെ എലമെൻ്റ് ആണ്, ഡബ്ല്യൂയിലെ എലമെൻ്റ് ആണ്. ഇനി ഇതിൽ പറയുന്നത് ബീറ്റ മൈനസ് ഇ ബീറ്റ എന്നുള്ളത് ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ബീറ്റയിൽ നിന്ന് ഇ ബീറ്റ മൈനസ് ഇ ബീറ്റയിലേക്കാണ് മാപ്പിംഗ് പോകുന്നത്. അപ്പോൾ ബീറ്റ മൈനസ് ഇ ബീറ്റ എന്നുള്ളത് എവിടുത്തെ എലമെൻ്റ് ആണ്, ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബീറ്റ ടു ബീറ്റ മൈനസ് ഇ ബീറ്റ ഈസ് എ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു ഡബ്ല്യു പെർപ്പ്. ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആണ് ബീറ്റ മൈനസ് ഇ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡബ്ല്യു പെർപ്പിലെ ഒരു എലമെൻ്റ് എടുക്കുകയാണ്, ഗാമ എന്നുള്ളൊരു എലമെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ബീറ്റ മൈനസ് ഗാമേനെ നമുക്ക് എങ്ങനെ എഴുതാം, ദറ്റ് ഈസ് ഈക്വൽ ടു, വെറുതെ നമ്മളൊരു ഇ ബീറ്റ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ബീറ്റ മൈനസ് ഗാമേനെ ഇ ബീറ്റ പ്ലസ് ബീറ്റ മൈനസ് ഇ ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതാൻ പറ്റും. കാരണം ഇ ബീറ്റ അവിടെ ക്യാൻസൽ ചെയ്ത് പൊക്കോളും. ഓക്കെ, ഇ ബീറ്റ എവിടുത്തെ എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഡബ്ല്യൂയിലെ എലമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ബീറ്റ മൈനസ് ഇ ബീറ്റ മൈനസ് ഗാമ എന്നുള്ളത് എവിടുത്തെ എലമെൻറ്റാണ്, ഡബ്ല്യു പെർപ്പിലെ. കാരണം എന്താ, ബീറ്റ മൈനസ് ഇ ബീറ്റ ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആണ്, ഗാമ എന്നുള്ളതും ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡബ്ല്യു പെർപ്പിലെ രണ്ട് എലമെൻറ്റ്സ് ആണ് ബീറ്റ എന്ന് ബീറ്റ മൈനസ് ഇ ബീറ്റ എന്ന് പറയുന്നത് ഗാമ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷനാണ് ബീറ്റ മൈനസ് ഇ ബീറ്റ മൈനസ് ഗാമ എന്ന് പറയുന്നത്. അത് എവിടുത്തെ എലമെൻ്റ് തന്നെയായിരിക്കും, ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ എന്താണെന്ന് നോക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ട് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നോം കാണുകയാണ്. അപ്പോൾ എന്ത് വരും, നോം ഓഫ് ഇ ബീറ്റ മൈനസ് ഇ ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇത് തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് 0 ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നോം ഓഫ് ഇ ബീറ്റ സ്ക്വയർ പ്ലസ് നോം ഓഫ് ബീറ്റ മൈനസ് ഇ ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, കാരണം ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആണ്, അത് തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. കാരണം ഡബ്ല്യൂയിൽ ഏത് എലമെൻ്റ് എടുത്താലും അതിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എവിടെ ഉണ്ടാവുക, ഡബ്ല്യു പെർപ്പിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡബ്ല്യു പെർപ്പിലെ എലമെൻറ്റ്സ് തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഡബ്ല്യൂവിലത്തെ എലമെൻസും ഡബ്ല്യു പെർപ്പിലെ എലമെൻസും തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കും. ഇ ബീറ്റ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആണ്, ഇ ബീറ്റ എന്ന് പറയുന്നത് ഡബ്ല്യൂവിലെ എലമെൻ്റ് ആണ്. ബീറ്റ മൈനസ് ഇ ബീറ്റ മൈനസ് ഗാമ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റ് ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ നോമിനെ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ സ്ക്വയർ. അപ്പോൾ അത് രണ്ട് എണ്ണത്തിൻ്റെ സമ്മാണ്. അപ്പോൾ ഉറപ്പായിട്ടും ലെഫ്റ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഇ ബീറ്റ ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ കളഞ്ഞാൽ നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ ബീറ്റ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇ ബീറ്റേനെ നമുക്ക് നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ എഴുതാൻ പറ്റുക, നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, നോം ഓഫ് ബീറ്റ മൈനസ് ഇ ബീറ്റ എന്ന് എഴുതാം. കാരണം ബീറ്റ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇ ബീറ്റേനെ അങ്ങനെ എഴുതിക്കൂടെ, എഴുതണം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആദ്യം എഴുതുമ്പോൾ എന്ത് വരും, നോം ഓഫ് ബീറ്റ മൈനസ് ഇ ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതാൻ പറ്റും. ഫോർ ഓൾ ഗാമ ബിലോങ്സ് ടു ഡബ്ല്യു പെർപ്പ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും, ഇത് ബെസ്റ്റ് അപ്രോക്സിമേഷൻ്റെ ഫോർമുല ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ബീറ്റ മൈനസ് ഇ ബീറ്റ ഈസ് ദി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു
ബെസ്റ്റ് അപ്രോക്സിമേഷൻ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ, ഒരു ബീറ്റ ആണ്, ബീറ്റ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു പെർപ്പ് എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് ബീറ്റ മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ പോലെയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൽഫ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആവുമെന്ന് പറയുന്ന പോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബീറ്റ മൈനസ് ഇ ബീറ്റ ഇസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ബീറ്റ ബൈ വെക്ടേഴ്സ് ഇൻ ഡബ്ല്യു പെർപ്പ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? അത് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ കഴിഞ്ഞ ഫസ്റ്റ് തിയറത്തിൽ ഫസ്റ്റ് പാർട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദി മാപ്പിംഗ് ബീറ്റ ടു ബീറ്റ മൈനസ് ഇ ബീറ്റ ഇസ് ദി ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഇൻ ടു ഡബ്ല്യു പെർപ്പ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ അതിലെ ഓരോ വെക്ടേഴ്സ് നമ്മൾ ഓർത്തോഗണൽ ആയിരിക്കും, അതുകൊണ്ട് അത് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ മൈനസ് ഇനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഐ മൈനസ് ഇനെയാണ് നമ്മൾ ബീറ്റ ടു ബീറ്റ മൈനസ് ഇ ബീറ്റ എന്ന് എഴുതുന്നത്. ഓക്കെ, ബീറ്റേനെ ബീറ്റയിൽ നിന്ന് തന്നെ ബീറ്റ മൈനസ് ഇ ബീറ്റ എന്ന് എഴുതല്ലേ, അപ്പോൾ ഐഡൻറ്റിറ്റിയിൽ നിന്ന് ഇ കുറയ്ക്കുന്ന പോലെയാണ് എഴുതുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ഡബ്ല്യു പെർപ്പ്. അപ്പോൾ അതായത് ഇങ്ങനെ എഴുതാം, ഇ എന്നുള്ളത് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു ആണെങ്കിൽ ഐ മൈനസ് ഈസ് ദി ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ഡബ്ല്യു പെർപ്പ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദി ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് R3 വിത്ത് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ്. ഫൈൻഡ് ദി ഓർത്തോഗണൽ പ്രൊജക്ഷൻ. വെക്ടേഴ്സ് ക്ലിയർ ആവണില്ല അല്ലേ? -10 to 8 എന്നാണ്, -10 to 8 ഓൺ ദി സബ്സ്പേസ് ഡബ്ല്യു വിച്ച് ഈസ് സ്പാൻഡ് ബൈ ദ വെക്ടർ 3, 12, -1. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു എന്നുള്ളത് സ്പാൻ ഓഫ് 3, 12, -1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വെക്ടർ വെച്ചിട്ടാണ് സ്പാൻ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ബീറ്റ ഓൺ ഡബ്ല്യു ഈസ്, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ തിയറത്തിൽ തേർഡ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ അല്ലേ? എങ്ങനെയായിരുന്നു? ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ ആൽഫ ഡിവൈഡഡ് ബൈ നോം ആൽഫ സ്ക്വയർ ഇൻറ്റു ആൽഫ എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൽഫ ഈക്വൽ ടു ബീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -10 to 8, പിന്നെ ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 3, 12, -1 ഡിവൈഡഡ് ബൈ നോം ആൽഫയ്ക്ക് 3, 2, -1 നോം സ്ക്വയർ ഇൻറ്റു 3, 2, -1 എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും അവിടുത്തെ ബെസ്റ്റ് അപ്രോക്സിമേഷനായിട്ട് വരും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രൊജക്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബീറ്റ മൈനസ് നമുക്കറിയില്ല അവിടുത്തെ എലമെൻ്റ് ഏതാണ്, അപ്പോൾ R3 എലമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ XYZ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അതാണ് പ്രൊജക്ഷൻ ഓഫ് ബീറ്റ ഓൺ ഡബ്ല്യു എന്ന് നമ്മൾ വിചാരിക്കണം. കാരണം ബീറ്റ മൈനസ് ആൽഫയാണ് അവിടുത്തെ പ്രൊജക്ഷൻ എന്ന് നമ്മൾ വിചാരിക്കും. നമുക്കറിയില്ല അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആൽഫ ഈക്വൽ ടു ആ പ്രൊജക്ഷൻ ഏതാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ? XYZ 3, 2, -1 ഡിവൈഡഡ് ബൈ 3, 2, -1 സ്ക്വയർ ഇൻറ്റു 3, 2, -1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ വാല്യൂ എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും അവിടുത്തെ പ്രൊജക്ഷനായിട്ട് വരും. ഓക്കെ, നമുക്കറിയാത്ത കേസിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്ന? ആൽഫയുടെ വാല്യൂ നമുക്ക് അവിടെ അറിയില്ല. ആൽഫ എന്നുള്ളത് പ്രൊജക്ഷൻ ആവണമെങ്കിൽ നമുക്ക് അവിടെ വാല്യൂ അറിയില്ല, ആ വാല്യൂ ആണ് നമ്മൾ XYZ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നൾ സ്പേസ് എന്താണെന്ന് നോക്കാം. ഇനി ഇവിടെ ഇ കണ്ടുപിടിച്ചപ്പോഴേ ഇയുടെ ഇതിൽ എഴുതിയപ്പോൾ നമുക്ക് എന്താണ് 3, 12, -1 വെച്ചിട്ടല്ലേ സ്പാൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റേഞ്ച് സ്പേസ് സ്പാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു എലമെൻ്റ് അല്ലേ വരുന്നത്, അതുകൊണ്ട് റാങ്ക് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ നൾ സ്പേസ് എന്താ വരിക? R3 ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ നൾ സ്പേസിൽ 2 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നൾ സ്പേസ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയില്ല അവിടുത്തെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് XYZ എന്ന് വിളിക്കാം. സച്ച് ദാറ്റ് ഇ ഓഫ് XYZ ഈക്വൽ ടു 0. ഇതിൻ്റെ പ്രൊജക്ഷൻ്റെ ആൻസർ 0 ആയിട്ട് വരുന്ന XYZകളുടെ കളക്ഷൻ. ദറ്റ് ഈസ് XYZ ബിലോങ്സ് ടു R3. ഇ ഓഫ് XYZ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? 3x + 12y - z, പിന്നെ ബാക്കി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് തന്നെയാണ് എഴുതാൻ പറ്റുക. ദറ്റ് ഈസ് 3x + 12y - z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പ്ലെയിൻ്റെ ഇക്വേഷനാണ്. പാസിങ് ത്രൂ ദി ഒറിജിൻ. ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതുകൊണ്ടാണ് പാസിങ് ത്രൂ ദി ഒറിജിൻ ആണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ W അല്ല, നൾ സ്പേസ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലെയിൻ പാസിങ് ത്രൂ ദി ഒറിജിൻ ആണ്. അതെന്താണ് കിട്ടിയത്? സെറ്റ് ഓഫ് XYZ ബിലോങ്സ് ടു R3 സച്ച് ദാറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ ഇറ്റ് ഈസ് എ പ്ലെയിൻ പാസിങ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എവിടുത്തെ എലമെൻ്റാണെന്ന് പറയാൻ പറ്റും? XYZ ബിലോങ്സ് ടു ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റാന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനോട് പാസ് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒറിജിനെ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ഡബ്ല്യൂയിലെ എല്ലാ എലമെൻസിനോടും എന്തായിരിക്കും? ഓർത്തോഗണലായിരിക്കും. അതുകൊണ്ടാണ് അത് ഡബ്ല്യു പെർപ്പിലെ എലമെൻ്റാന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെ എന്തായിരിക്കും? ഡബ്ല്യു പെർപ്പ് ആയിരിക്കും. ഓക്കെ.